അടിപൊളി മഴ ഇട്ടതേ നോക്കിയേ. നല്ല തകർപ്പ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് വെളുപ്പിനെ തന്നെ ഒരു 5-5:30 ആയപ്പോൾ തന്നെ നമ്മൾ കടക്കര വീട്ടിൽ നിന്ന് പോന്നിട്ട് ഇതേ നമ്മൾ വരുമ്പോൾ നന്നായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് നമ്മളെത്തി. അതെ ഞാൻ അമ്മനെയൊക്കെ വിളിച്ച് പറഞ്ഞെത്തിയെന്ന്. അമ്മാകെ ടെൻഷനിലായിരുന്നട്ടെ. കാരണം ഇന്നലെ ഞാൻ വണ്ടി ഓടിച്ച് പോയത് അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ വിളിച്ച് പറഞ്ഞത്. ഇന്നിപ്പോൾ നേരിട്ട് കാണുമ്പോൾ ആള് എടി കുഴപ്പമില്ലല്ലോ പയ്യെ പോണോട്ടോ എന്നൊക്കെ പറഞ്ഞാൽ വിട്ടത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അപ്പം തന്നെ അമ്മനെ വിളിച്ച് പറഞ്ഞ് കുറച്ച് നേരം ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കണായിരുന്നിട്ടാ. അതിന് ശേഷമാണ് മഴ തുടങ്ങിയത്. അതുവരെ മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മഴ തുടങ്ങിയപ്പോൾ തന്നെ സാധാരണ എല്ലാ വീട്ടിലും പിള്ളേർ കണ്ണനാണെങ്കിൽ ഇന്നലെ മുതൽ സുധുവിനോട് പറഞ്ഞാണ് നാളെ ക്ലാസ്സില്ലടാ, നാളെ പോകണ്ട, എല്ലാവരും ഇന്ന് ഉണ്ടല്ലോ. ഞങ്ങൾക്ക് മാത്രം ഇന്ന് എനിക്ക് ജോലിക്ക് പോകണം, സുധുവിന് പഠിക്കാനും പോകണം. അവർ 3 പേരും ഇന്ന് ലീവ് ആയതുകൊണ്ട് കണ്ണൻ സുധുവിന് ഇങ്ങനെ പിരികേറ്റുണ്ടായിരുന്നു. അപ്പോൾ സുധു ആണെങ്കിൽ ഇവിടെ വന്നപ്പോൾ തന്നെ ട്യൂഷൻ സാറിനെ വിളിച്ചു നോക്കി. ട്യൂഷൻ ഉണ്ടാവും, മഴയുള്ള ദിവസങ്ങളിൽ ട്യൂഷൻ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുധു അപ്പം തന്നെ ട്യൂഷൻ സാറിനെ വിളിച്ചു നോക്കിയപ്പോഴേക്കും സാർ പറഞ്ഞു ഇന്ന് ട്യൂഷനില്ല, വൈകുന്നേരം വന്നാൽ മതി. സുധു ഹാപ്പി. അടുത്തൊരു ഹാപ്പിക്ക് സുധു എന്താണ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഞാൻ നോക്കിയപ്പേ ഒരുത്തനെ കാണിച്ചു തരാം. ഒന്നെതിരെ വെച്ചോർക്കോ. ഇവിടെ തകർത്ത് ഒരിക്കലും ന്യൂസ് കാണാത്ത ഒരാള് ആണ്. ഒരിക്കലും അങ്ങനെ ഗവൺമെന്റിന്റെ ചിഹ്നമൊക്കെ കണ്ടെന്ന് ഒരിക്കലും രാവിലെ ന്യൂസ് കാണാത്ത ഒരാള് ഇരുന്നിട്ട് അയ്യോടാ രാവിലെ തന്നെ ന്യൂസ് കാണണേ. എന്താന്ന് വെച്ചാൽ ഇന്നിങ്ങനെ ക്ലാസ് ഇല്ലെങ്കിലോ. പക്ഷെ മഴ ഇപ്പോഴല്ലേ തുടങ്ങി. ഇന്നലെ രാത്രി മഴയൊന്നും ഉണ്ടായിരുന്നില്ല. സ്കൂൾ ബസ് പോയിട്ടൊന്നും ഉണ്ടാവും. ഇപ്പൊ പോയി തുടങ്ങിയിട്ടുണ്ടാവും. ചില സ്കൂളുകളിലൊക്കെ രാവിലെ തന്നെ 7 മണിയാകുമ്പോൾ തന്നെ സ്കൂൾ ബസ് വരൂലേ. സുധുവിന് ഞാൻ കൊണ്ടുവന്നാക്കണമായിരുന്നോ അല്ലേ. അപ്പൊ സുധപ്പൻ രാവിലെ തന്നെ ഇരുന്ന് നോക്കിയാണ് ഇന്ന് എന്തെങ്കിലും അവധി കിട്ടുമെന്ന്. ഇന്ന് മഴ പെയ്താൽ നാളെ അവധി കിട്ടുള്ളൂ, നാളെ നോക്കിയാൽ മതി. അങ്ങനെ കാര്യമായിട്ട് ന്യൂസൊന്നും. അപ്പൊ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോണേണ്. ആ പണികളും കാര്യങ്ങളും തുടങ്ങുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടി കുറച്ച് കാര്യങ്ങളോട് കാണിച്ചു തരാട്ടോ. അപ്പൊ ഞാൻ വേഗം തന്നെ അപ്പം ഉണ്ടാക്കാന്ന് കരുതി. അപ്പോൾ ചോറും പിന്നെ ഇച്ചിരി കൊഴുവ പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കൊഴുവ മേടിച്ചിട്ട് പരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ കൊഴുവയും വറുത്ത് ചോറും വെച്ച് വെള്ളയപ്പമൊക്കെ ആക്കിയിട്ട് വേണം ഈ പണികൾ ഇപ്പം ഇങ്ങനെ തുടങ്ങണം. സുധപ്പനെ ഇപ്പം തന്നെ സുധപ്പനെ ഇങ്ങനെ കാണുമെങ്കിലും പോയി ഇപ്പം തന്നെ ബുക്ക് അപ്പൊ നമുക്ക് വേഗം പോയി അടുക്കളയിൽ പണിയൊക്കെ നോക്കട്ടെ. പഠിക്കാൻ പോണ്ടേ. അപ്പൊ ഞാൻ വേഗം തന്നെ അടുക്കളയിലെ പണിയൊക്കെ നോക്കിട്ട് അപ്പൊ നമ്മുടെ അടുക്കളയിൽ നമ്മൾ എന്നും രാവിലെ ചെയ്യണ പോലെ തകൃതിയായിട്ട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ നമ്മൾ കഞ്ഞിക്ക് അരി അടപ്പത്തിട്ട് കുടിവെള്ളം വെച്ച് മീൻ വറക്കാൻ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് മീൻ വറുത്തത് ഉണ്ടായിരുന്നിട്ട ബാക്കി അത് എടുത്ത് ഇപ്പോൾ ചൂടാക്കാലാന്ന് പറഞ്ഞത്. പിന്നെ ഈ അപ്പത്തിന്റെ കാര്യമില്ലേ, അപ്പം നോക്കി അതിന്റെ കാര്യം എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റിൽ. എങ്ങനെയാണ് എല്ലാ ദിവസവും ഞാൻ മിക്ക ദിവസം അപ്പം ഇടിയപ്പം ഉണ്ടാക്കണത്. അപ്പൊ എങ്ങനെയാണ് അപ്പം ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ട്. ഈ അപ്പം എന്ന് വെച്ചാൽ വെള്ളയപ്പം പേര് മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ വെള്ളയപ്പത്തിന് അരിയും മറ്റേ റവ കുറുക്കി ഒഴിച്ച് തേങ്ങയൊക്കെ ഇട്ട് ചോറൊക്കെ അടിച്ച് ചേർത്തിട്ട് ഉണ്ടാക്കണതാണല്ലോ നമ്മുടെ വെള്ളയപ്പം എന്ന് പറയണത്. ഇത് പക്ഷെ അങ്ങനെയല്ല. ഇത് നമ്മൾ പച്ചരി ഇപ്പം നമ്മൾക്ക് ഇവിടെ ഒരു ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ടിട്ട് ആ പച്ചരിക്ക് ആവശ്യമായ ചോറും കൂടി ചേർത്ത് വേണമെങ്കിൽ തേങ്ങയും ഇടാം. തേങ്ങ ഇട്ട ടേസ്റ്റ് ഇത്തിരി കൂടി കൂടും. പെട്ടെന്ന് എളുപ്പത്തിൽ വെള്ളയപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പമാണിത്. എന്നുവെച്ചാൽ അരി 1 ഗ്ലാസ് പച്ചരിക്ക് കുറച്ച് ചോറും കൂടി ചേർത്ത് അരച്ച് വെച്ച്. അപ്പം നമ്മൾ ഇഡ്ഡലിയുടെ ദോശയുടെയൊക്കെ പുളിമാവ് ഉണ്ടാവുമല്ലോ, പുളിമാവ് ഈസ്റ്റ് ഇടുന്നേക്കാളും നല്ലത് നമ്മൾ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചതിൻ്റെ പുളിമാവ് ഇത്തിരി എടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് അതും കൂടി കൂട്ടിച്ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലത്തേക്ക് നല്ല അടിപൊളിയായിട്ട് പൊന്തിയിരിക്കും. എന്നിട്ട് രാവിലെ പഞ്ചസാരയും ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ വെള്ളയപ്പം ആവും. അത് ഞാനിവിടെ മൂവാറ്റുപുഴയിൽ വെച്ചില്ലേ, സുധു ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾ മൂവാറ്റുപുഴയിൽ സുനിച്ചേട്ടൻ്റെ കൂടെ ആയിരുന്നു കുറച്ച് നാൾ. അപ്പം അവിടെ വെച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് അവിടത്തുകാർ മുഴുവനും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ചിലർ തേങ്ങ ഇടും, ചിലർ തേങ്ങ ഇടൂല.
അവിടുത്തെ മുഴുവൻ എന്ന് വെച്ചാൽ എനിക്ക് ആ ഭാഗത്തുള്ള നമ്മുടെ അയൽഭാഗത്തുള്ള ചേച്ചിമാരൊക്കെ ഇങ്ങനെ അപ്പം ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പച്ചരി അരച്ച് ചോറും കൂടി ചേർത്ത് ചിലവർ തേങ്ങയിടും അങ്ങനെ. അപ്പൊ അങ്ങനെ കുറച്ച് നാൾ അവിടെ നിന്നപ്പോ ഇങ്ങനത്തെ സൂത്രം അപ്പം കിട്ടി. അപ്പൊ ആ അപ്പം ശരിക്കും വെള്ളയപ്പം പോലെ തന്നെ ഇരിക്കും കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ശരിക്കും നല്ല വെള്ളയപ്പം തന്നെ അല്ലേ, നല്ല ടേസ്റ്റുള്ള വെള്ളയപ്പം തന്നെയാവും. അപ്പൊ ഈ റവയൊക്കെ കുറുക്കി ചേർത്ത് ഇവിടെ അമ്മയൊക്കെ റവയൊക്കെ മൈത്രി അമ്മയൊക്കെ റവയൊക്കെ കുറുക്കി ചേർത്തൊക്കെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. റവ കുറുക്കി ചേർത്ത് നമ്മൾ കടക്കരയാണെങ്കിലും അങ്ങനെ വെള്ളയപ്പം കടക്കര അങ്ങനെ അധികം വെള്ളയപ്പം ഉണ്ടാക്കലും വലിയ അങ്ങനെ അധികമില്ല അല്ലേ. അപ്പൊ ഇവിടെ അമ്മ അങ്ങനെ പച്ചരിയൊക്കെ അരച്ച് റവയൊക്കെ കുറുക്കി ചേർത്ത് അങ്ങനെ സ്റ്റെപ്പ് അതും നല്ല ടേസ്റ്റാണ്. അതാണ് ടേസ്റ്റ്. ഇത് സൂത്രപ്പണിക്കാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ആദ്യമായിട്ട് പാചകം പഠിക്കുന്നവർക്കൊക്കെ വെള്ളയപ്പം ഉണ്ടാക്കണമെന്ന് എനിക്കൊരു വെള്ളയപ്പം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ എനിക്ക് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. എന്താണ് എന്നിട്ട് ബുക്കൊക്കെ എടുത്തൊക്കെ വെച്ച് കഴിഞ്ഞ് വന്നിട്ട് ഇനി കുളിക്കാൻ പോയിട്ട് വരാമെന്ന് പറയാൻ വേണ്ടി വന്നായിരിക്കും. അതാരൊന്നുമില്ല പോയി കുളിക്കും. അപ്പൊ ഇനി ബാക്കി ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഇനി ബാക്കിയൊക്കെ ചെയ്യണ കൊച്ചു വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പൊ എന്നോട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമന്റിൽ എല്ലാവരും എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടില്ലേ ഭയങ്കര തിരക്കായിരുന്നു. അതും ഇതും കുറേ പരിപാടികളൊക്കെ ഉണ്ടായി. ഇങ്ങനെ പഞ്ചായത്ത് വില്ലേജ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം കിട്ടണ്ടായിരുന്നില്ലെന്ന്. രാവിലെ പോയി ജോലിയും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മഴയുമൊക്കെ ആയതുകൊണ്ടാണ്. അപ്പം മാക്സിമം ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ നോക്കാട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇടാൻ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. വീഡിയോ കാണാൻ ആഗ്രഹം ഉണ്ടല്ലോ എന്നുള്ളതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അപ്പം നമുക്കിനി ബാക്കി പരിപാടികളൊക്കെ കഴിച്ചു നോക്കാം. ബാക്കി കുറേ പരിപാടികളൊന്നുമില്ല, ഇത്രയും പരിപാടികളൊക്കെ തന്നെ ഉള്ളു. വെള്ളയപ്പത്തിന് ചെറുതായിട്ട് എന്തെങ്കിലും കറി വെക്കണം. വെള്ളയപ്പത്തിന് തേങ്ങാപ്പാലായാലും മതി. പിന്നെ സുതപ്പൻ തേങ്ങാപ്പാൽ അത്ര ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇനി ബാക്കി പരിപാടികളൊക്കെ വേഗം കഴിച്ചു വെച്ചിട്ട് ബാക്കി കഴിച്ചതിന് ശേഷമൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലൊക്കെ കഴിഞ്ഞ് സുതപ്പൻ റെഡിയായി. അപ്പം നമ്മുടെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതെ ഇതാണ് നമ്മുടെ ശരിക്കും വെള്ളയപ്പം പോലെയില്ല, നമ്മുടെ സൂത്ര വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. റെഡിയായി വെള്ളയപ്പമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഞങ്ങൾ പോകാൻ പോകണം. അപ്പോൾ ഞങ്ങൾ റെഡിയാവുകയൊക്കെ ചെയ്തട്ടോ. സുധുവിന് യൂണിഫോമൊക്കെ ഇട്ട് ഇനി കഴിക്കാൻ പോകാം. അതിനിടയ്ക്ക് കറണ്ട് പോയിന്ന്. അത് കാരണം ഞങ്ങളിപ്പോൾ റാത്തും അങ്ങനെ നടന്നൊക്കെയാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. കറണ്ട് പോയി. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്ന് രാവിലത്തെ കൊച്ചു വലിയ വിശേഷങ്ങൾ. എല്ലാവർക്കും നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാന്ന് പറയണം അല്ലേ സുധു? എന്താണ് ഉണ്ടാവിക്കണം അപ്പം കഴിക്കാനുള്ള ആകാംക്ഷയില്ല. കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇനി പോവാം. അതുകൊണ്ട് മഴ മാറി, അത് സന്തോഷ വാർത്ത. മഴയും മാറി, മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം മഴ കുറഞ്ഞ സമയത്ത് വേഗം പോകാമെന്ന് ഓർത്ത്, ഇതിന് നേരത്തെ പോകാമെന്ന് ഓർത്ത്. ഇനി ഇടയ്ക്ക് വെച്ച് മഴ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇത്ര നേരം ന്യൂസൊക്കെ കാണായിരുന്നേ. അപ്പം ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ.